ആചാര്യജി ഉം. നമസ്കാരം. ഞാൻ കുട്ടിക്കാലം മുതലേ ഒരു സാധാരണ കുടുംബത്തിലെ എന്നുവെച്ചാല് ചില ചിട്ടകളൊക്കെ ഉള്ള കുടുംബത്തിൽ ജനിച്ചയാണ്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ പൂജയും പ്രാർത്ഥനയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട്. അപ്പോ രാമായണം, മഹാഭാരതം ഇതൊക്കെ വീട്ടിൽ വായിക്കാറുമുണ്ട്. അപ്പോ അന്ന് മുതൽ തന്നെ ഈ മഹാഭാരതം മറ്റുമൊക്കെ കേട്ട് പലരോടും അത് ഉം. പറയുകയും അവരത് കേട്ട് ഹാപ്പി ആവുകയും ചെയ്യും. എനിക്കും അതുകൊണ്ട് ഒരു സന്തോഷവും ഉണ്ടാവുമായിരുന്നു. പിന്നീട് ഞാൻ ജീവിതത്തിൽ മുന്നോട്ട് പോയി. പിന്നെ ഞാൻ ഈ പഠിത്തവും മറ്റുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ താല്പര്യം കുറഞ്ഞു തുടങ്ങി. ഇത് വെറുതെ സമയം കളയലാണെന്ന് തോന്നി. ഇതെനിക്ക് എന്റെ ലക്ഷ്യം നേടിത്തരുന്ന ഒന്നായിരിക്കില്ലെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നു. അപ്പൊ എന്റെ വീട്ടുകാര് എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതായത് വീട്ടിലുണ്ടായിട്ടും പലപ്പോഴും "എന്താ നീ പൂജ ചെയ്യാനൊക്കെ വരാത്തെ?" അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിനക്കിവിടെ സമയമുണ്ടല്ലോ. അങ്ങനെ പലതും പറഞ്ഞിട്ടും ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാ ചെയ്തേ. പിന്നെ ഗ്രാജുവലി ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്ത് ഞാൻ എന്റെ ലക്ഷ്യം നേടി. അതായത് ഞാനിപ്പോ ചെയ്യുന്ന ജോലി ഞാൻ നേടിയെടുത്തു. ഇപ്പോ ഇപ്പോ കഴിഞ്ഞ വർഷം ലോക്ക്ഡൗണിന്റെ സമയത്ത് ഞാൻ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ധാരാളം ഫ്രീ ടൈം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ അങ്ങയുടെ ഈ വീഡിയോസും പിന്നെ ലെക്ചർ ക്ലാസ്സുകളൊക്കെ നോക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമുണ്ടായി. അങ്ങനെ ഞാൻ അങ്ങയുടെ വീഡിയോസ് കുറെ പേർക്ക് ഷെയർ ചെയ്തു. എന്റെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു. പക്ഷേ അവരിൽ പലരും അങ്ങയെ എതിർക്കുന്ന എന്തിനാന്ന് മനസ്സിലായില്ല. അതിപ്പോ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അവരാരും ഇപ്പോ ഇവിടെ വന്നിട്ടൊന്നുമില്ലല്ലോ. അല്ല താനെന്താ കൊച്ചു കുട്ടിയാണോ? അച്ഛനും അമ്മയും പറ്റിയുള്ള പരാതിയൊക്കെ വേറൊരാളോട് പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. ഒരു 26 വയസ്സുള്ളപ്പോ നീ ഇപ്പൊ സംസാരിക്കുന്ന ഈ ആള് നിന്നെപ്പോലെ ആരെയെങ്കിലും കുറിച്ചുള്ള പരാതി ഇതുപോലെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നോ? ആക്ച്വലി നീ ഇപ്പൊ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ ഞാനെന്തിനാ ശ്രദ്ധ വെക്കുന്നേ? അതായത് നിന്റെ അച്ഛനും അമ്മയും നിന്റെ മഹാഭാരതമൊക്കെ പഠിപ്പിച്ചോ ഇല്ലയോ? അങ്ങനെ അവര് ഉം. ഇപ്പം നിന്റെ താല്പര്യങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ അതോ ഇല്ലയോ? അതൊക്കെ അവരുടെ കാര്യമല്ലേ. അവരിപ്പോ ഇവിടെ വരികയാണെങ്കിൽ ഞാൻ സംസാരിക്കാം. നീ നിന്റെ കാര്യം പറ. എന്നെ അവര് തടയാണ്. നിനക്ക് വയസ്സ് 26 നീ എന്താ ചെറിയ കുട്ടിയാണോ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പരാതി പറയാൻ? ഇതൊക്കെ നാണക്കേടുണ്ടാക്കുന്ന കാര്യാ. അച്ഛനും അമ്മയും എന്നെ തടയുന്നു, അച്ഛനും അമ്മയും എന്നെ തടയുന്നു. ഒന്നോ രണ്ടോ വയസ്സല്ല 26 വയസ്സാ. എങ്ങനെയാ അവര് തടയുന്നേ? നിന്നെ കാണുമ്പോ തടയേണ്ടവനാണെന്ന് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടാ അവര് തടയുന്നേ. യുവാവായ ഒരു സിംഹത്തിനെ ആർക്കാ തടയാൻ പറ്റുക? നീ ശരിക്കൊരു യുവാവായിട്ടില്ല. അതുകൊണ്ടായിരിക്കും നിന്നെ തടയുന്നേ. ഞാൻ തടയുന്നവരെ കുറിച്ചാണോ പറയേണ്ടത് അതോ നിൽക്കുന്നവരെ കുറിച്ചാണോ? അപ്പോ നിന്നെ മറ്റുള്ളവരെങ്ങനെ തടയുന്നത് അത് നീ പറ. നീ ഇപ്പം പറഞ്ഞ നിന്റെ മൊത്തം കഥയുണ്ടല്ലോ അത് കേൾക്കാൻ തന്നെ ബോറായിരുന്നു. ഇത്തരം കഥയൊക്കെ ഒരു 8 10 12 വയസ്സ് വരെ കേൾക്കാം. അത് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് 26 വയസ്സുണ്ട്. ഞാൻ ആധ്യാത്മിക മാർഗത്തിലേക്ക് പോകുന്നു. ഞാൻ എന്തോ ചെയ്യുന്നു? അമ്മ എന്നെ തടയുന്നു. പരിസരത്തുള്ള ആരാണെങ്കിലും എന്നുവെച്ചാ നീ എന്തിനാ അങ്ങനെ പരിസരത്ത് നിൽക്കുന്നേ? അങ്ങനെ നിന്റെ പരിസരത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തന് നിന്നോട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ എങ്ങനെ ധൈര്യം വരുന്നു? ഈ ആൾക്കാരുണ്ടല്ലോ, അവര് ആളുകളെയും അവരുടെ മുഖമൊക്കെ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുക. നീ സിംഹത്തിനെ പോലെ ഇരുന്നാ മതിയോ? നീ സിംഹത്തിനെ പോലെ ജീവിക്കണം. പിന്നെ നിന്നോട് വന്ന് അതും ഇതും പറയാനൊന്നും വേറൊരുത്തനും ധൈര്യം ഉണ്ടാവില്ല. ആദ്യം ശരിക്കും നാണക്കേട് തോന്നേണ്ടത് എപ്പഴാ? ആരെങ്കിലുമൊക്കെ നമ്മളോട് വന്ന് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെ പറ്റി അഭിപ്രായം പറയുമ്പോഴല്ലേ? സംഗതി അവൻ എന്ത് പറഞ്ഞു അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല. അവൻ എന്ത് പറഞ്ഞാലും അവൻ എങ്ങനെ അത് പറയാനുള്ള ധൈര്യം ഉണ്ടായി? അതിന്റെ കാരണം എന്താണ്? കാരണം നീ ദുർബലനാണെന്നുള്ള സിഗ്നൽ അവന് കൊടുത്തു. എന്നോട് ആർക്കും എന്തും പറയാമെന്ന് കാണിച്ചു കൊടുത്തു. നീ നിന്റേതായ ബ്രാൻഡ് എങ്ങനെ? അത് വളരെ ചീപ്പായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതിന് മേലെ മറ്റുള്ളവരെ കുറ്റം പറയാ. അവര് എന്നോട് വന്ന് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പം ശരിക്കും ഞാൻ എന്തായിരുന്നു ഏ? ചെയ്യേണ്ടിയിരുന്നെ? ഞാൻ അതിനെതിരെ പോരാടണമായിരുന്നോ? പോരാടേണ്ട കാര്യം എന്താണ്? നീ വളരെ സ്ട്രോങ് ആവണ്ടേ? അപ്പൊ പിന്നെ നിന്നോട് ഇത്തരം കാര്യങ്ങൾ പറയാനൊന്നും ധൈര്യം ഉണ്ടാവില്ല. കേട്ടോ? അസുഖമാണെങ്കിലും വരുന്നത് ശക്തിയില്ലാത്തവന്റെ ശരീരത്തിലാ. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റുള്ളവര് നമ്മുടെ ദൗർബല്യം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശക്തിയില്ലായ്മ അവര് കാണുന്നില്ലെങ്കിൽ നമ്മുടെ തലയിൽ അവര് കയറാൻ നിൽക്കില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളിൽ എന്തെങ്കിലും കുറവ് കാണുന്നുണ്ടെങ്കിൽ അതുള്ളതായിരിക്കും.
അവര് പൂർണ്ണമായും നിങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. അതായത് നിങ്ങൾ ദുർബലനാണെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ കൈ പിടിച്ച് തിരിച്ചെന്നിരിക്കും. ചിലപ്പോൾ ഒന്ന് ചെവിക്ക് പിടിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ 26 വയസ്സുള്ള യുവാവിനോട് ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം ആർക്കാ ഉണ്ടാവുക? നോക്കൂ, ഈ ആധ്യാത്മികം അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നതല്ല. എന്തെങ്കിലും പൂജയോ ചില്ലറപ്പണിയൊക്കെ ചെയ്തിട്ടോ, അല്ലെങ്കിൽ ദേ അവിടെ ഇരുന്ന് ഭജന പാടിയിട്ടോ, പ്രസാദം എന്ന് പറഞ്ഞ് ലഡ്ഡു കഴിച്ചിട്ടോ, ഇങ്ങനെ പ്രസാദം കഴിച്ചിട്ടുള്ള ആധ്യാത്മികം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി മണിയൊക്കെ അടിച്ച് അവിടുന്ന് തരുന്ന പ്രസാദവും തീർത്ഥവും ഒക്കെ അങ്ങോട്ട് ശാപ്പിട്ട് കഴിഞ്ഞാൽ ധാർമ്മികവാദിയായി. ഹൃദയം വേണം, അതിൽ ധൈര്യം വേണം, അതില് അഗ്നി ഉണ്ടാവണം, അതുപോലെ കണ്ണില് തേജസ് ഉണ്ടാവണം. അനാവശ്യമായ കാര്യങ്ങൾ നിന്നോട് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവരുത്. ആദ്യത്തെ അപമാനം എന്ന് പറയുന്നത് അവൻ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു എന്നുള്ളതാ. അതിനുശേഷം നീ പിന്നെ അയാളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ പിന്നെ തടയുകയോ ചെയ്തോ, എന്തായാലും അതുകൊണ്ട് സംഭവിച്ചൊന്നും ഇല്ലാതാവില്ല. ആദ്യം നീ അവനവനോട് ചോദിക്കേണ്ടത്, ദേ ഇവൻ ഇങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞെങ്കിൽ എന്നിൽ അവൻ എന്തോ ഒരു ദൗർബല്യം കണ്ടു, അല്ലെങ്കിൽ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, മഹാവീരൻ നടന്നു പോകുമ്പോ ഭീകരന്മാരായ മൃഗങ്ങൾ പോലും സാധാരണ പശുക്കളെ പോലെ ആകും അത്രേ. അപ്പോ പ്രശ്നം നമ്മുടെ മനസ്സിലാണ്. ആ, അല്ലേ? നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അപമാനമൊന്നും ഉണ്ടാവരുതെന്ന്, അല്ലേ? ആ ഒരു ദൗർബല്യം തന്നെയാണല്ലോ അവര് കാണുന്നത്. നിന്നിൽ അവര് കണ്ട ദൗർബല്യം അതുതന്നെയാണല്ലോ. അതല്ലേ അതിന് ശരി? അല്ലെങ്കിൽ ഒരു നല്ല വസ്തുവിൽ ആരും ഒരു ക്ഷതവും ഏൽപ്പിക്കാറില്ല. നിന്റെ വീട്ടിൽ ഒരു ചലന്തി വല കണ്ടാ നീ എന്താ പറയുക? അതിനെ ഒന്നും ചെയ്യേണ്ടെന്നാണോ? ഏ? അതുപോലെ അങ്ങനെ കണ്ണിലും വല വീണിട്ടുണ്ടെങ്കിൽ കാറ്ററാക്ട്, അപ്പൊ അതിനും കേടുവരുത്താൻ പാടില്ല. അപ്പോ വീട്ടിൽ കാണുന്ന അഴുക്കുകളൊക്കെ തൂത്തുകളയാം, കണ്ണിൽ വരുന്ന അഴുക്കുകളൊക്കെ മാറ്റാം, മനസ്സിൽ വരുന്ന അഴുക്കിനെ മാത്രം വൃത്തിയാക്കാൻ എന്താ പ്രശ്നം? അപ്പൊ മാത്രം എന്താ മറ്റൊരാളുടെ മനസ്സിനെ വിഷമിക്കാൻ പറ്റില്ലെന്നൊക്കെ? അപ്പൊ അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ? നീ മനസ്സിനല്ല ക്ഷതമേൽപ്പിക്കുന്നത്, മനസ്സിലെ മൂടിയിട്ടുള്ള വലയിലാണ് ക്ഷതമേൽപ്പിക്കുന്നത്. അങ്ങനെ നീ ആരുടെ മനസ്സാണോ വൃത്തിയാക്കുന്നത് അയാളോട് നീ ദയവ് കാണിക്കുകയാ ചെയ്യുന്നത്. അത് ധൈര്യമായിട്ട് തന്നെ ചെയ്തോ. ഇതിനിപ്പോ ഞാൻ മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന് നാണക്കേട് തോന്നേണ്ട കാര്യം എന്താ? ഒരു സർജൻ പ്രായശ്ചിത്തം ചെയ്യുക എന്താ? ഞാൻ വയറ്റിലുള്ള ഒരു മുഴ എടുത്തു കളഞ്ഞു. എടോ, താൻ ചെയ്ത സർജറിയിലൂടെ ആ മനുഷ്യന് ഉപകാരമാണ് ചെയ്തത്, പിന്നെ പ്രായശ്ചിത്തം എന്തിനാ ചെയ്യുന്നത്? പിന്നെ അതുപോലെ കേട്ടിട്ടില്ലേ, നമ്മൾ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന പോലുമില്ല, നമ്മൾ ആദർശത്തിലും സങ്കല്പത്തിലുമാണ് ജീവിക്കുന്നത്. നീ ആദർശ പുത്രനും അച്ഛനോടും അമ്മയോടും വഴക്കിടാൻ പറ്റാത്തവൻ. സത്യവും വലുതല്ല, സ്വാതന്ത്ര്യവും വലുതല്ല. പിന്നെന്താ വലുത്? മിഡിൽ ക്ലാസ് കൾച്ചർ. അതുകൊണ്ടാണല്ലോ വീട്ടിലും മഹാഭാരതമൊക്കെ വായിച്ചിരുന്നു. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. എനിക്ക് പറയാവുന്നതായിരുന്നു. അങ്ങ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് ഇപ്പൊ തന്നെ ഞാന് സാധാരണ ഈ പാല് കുടിക്കുന്നത്, പാലിന്റെ ഉൽപ്പന്നങ്ങൾ അതൊക്കെ ഒഴിവാക്കി. ഒട്ടും കഴിക്കാറില്ല. അപ്പോ പലതവണ എനിക്ക് ഈ കാര്യം പറയണമെന്ന് തോന്നാറുണ്ട് വീട്ടിലുള്ളവരോട്. അങ്ങനെ ചിന്തിക്കും. പക്ഷേ അവര്
ഞാൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാറേയില്ല. എന്ന് വെച്ചാല് വീട്ടുകാരോട് മാത്രമല്ല. ഞാനിപ്പോ ഇത് ആരോട് ചർച്ച ചെയ്യുകയാണെങ്കിലും, ഇത്തരം കാര്യങ്ങൾ ആരോട് പറയുകയാണെങ്കിലും, അത്തരം കാര്യങ്ങളൊക്കെ നീ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞ് മിക്കവാറും ആൾക്കാര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് ബ്ലോക്ക് ചെയ്യും. അപ്പൊ എനിക്ക് ശരിക്കും എന്താ ഇത് പറയാൻ പറ്റാത്തതെന്ന് ആലോചിച്ച് ഒരു ഗിൽറ്റി ഫീലിംഗാ ഉണ്ടാവുന്നേ. കാരണം ഞാൻ ശരിക്കും പറയേണ്ട ഒരു കാര്യമായിട്ട് പോലും എന്തുകൊണ്ടാ ഞാനത് പറയാത്തതെന്ന്. അതെ, അത് പറയേണ്ടത് നിന്റെ കയ്യിലാ ഉള്ളത്. പക്ഷെ അത് അംഗീകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം അവരുടെ കയ്യിലായിരിക്കുന്നത്. അങ്ങനെ അംഗീകരിക്കാൻ നമ്മൾ വില കൊടുക്കണമെന്നേ. അങ്ങനെ വിലയുള്ള ഒരു സാധനം നിനക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാനോ അത് പറഞ്ഞു കൊടുക്കാനോ പറ്റുമോ? പറ്റുമെങ്കിൽ പോലും ആ വസ്തുവിന്റെ വില നിനക്ക് അവർക്ക് വേണ്ടി സ്വയം മുടക്കാനൊന്നും പറ്റില്ലല്ലോ. അമ്മയ്ക്ക് ചായ കുടിക്കാൻ ഉപേക്ഷിക്കുന്ന ഇഷ്ടമല്ല, പക്ഷെ നീ പറയുന്നത് പാല് കുടിക്കുന്ന ക്രൂരതയാണെന്ന്. ഇപ്പൊ ചായ കുടി ഉപേക്ഷിക്കേണ്ടത് അമ്മയാണല്ലോ. അമ്മയ്ക്ക് വേണ്ടി നിനക്കത് ഉപേക്ഷിക്കാൻ പറ്റുമോ? നിനക്കത് നിനക്ക് വേണ്ടി വേണമെങ്കിൽ ഉപേക്ഷിക്കാം, നീ അത് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നീ എത്ര വേണേലും അമ്മയോടത് പറഞ്ഞു നോക്ക്. അതായത് ഈ പറയുന്ന പാലെന്ന് പറയുന്ന സാധനം ഇത് പശുവിൽ നിന്ന് കിട്ടുന്നതാണ്, അത് പശുവിന്റെ കുഞ്ഞിനുള്ളതാണ്, അത് എടുക്കുന്നത് ക്രൂരതയാണ്, ക്രൂരത. അമ്മയ്ക്ക് അവിടെ പക്ഷേ ചായ, കാപ്പി, പാല് അതിന്റെ അഡിക്ഷൻ ആയിരിക്കുക. പക്ഷെ അത് അവർ ഉപേക്ഷിക്കില്ല. നീ വിഷമിച്ചിട്ട് എന്താ കാര്യം? അവരുടെ പ്രവൃത്തി അവരല്ലേ ചെയ്യണ്ടേ? അതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ചിലപ്പോ പുറത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് ചിലര് വെജ് ആയിരിക്കും, ചിലര് നോൺ വെജ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വേറെ കൂട്ടുകാരെ കണ്ടുപിടിക്കേ. അതിന്റെ പേരിൽ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? അല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് അവരും എന്തിനാ അവരുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത്? ലോകത്തിലെ 800 കോടിയോളം മനുഷ്യന്മാരില്ലേ? അല്ല, ഇവരെന്റെ ചുറ്റുപാടും ഉള്ളവരാണല്ലോ. അപ്പൊ പിന്നെ ഇവിടെയും കുറെ പേരുണ്ടല്ലോ. ആ, ഇവരെയും കൂട്ടുകാരാക്കാൻ പറ്റുമോ ശ്രമിച്ചു നോക്ക്. അല്ല, ഈ ചുറ്റുപാടുണ്ടെന്ന് പറയുന്നവരുടെ അടുത്ത് നിന്ന് നിനക്ക് മാനസികമായ ഒരു സുരക്ഷിതത്വം തോന്നും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ പലതും ഉപേക്ഷിക്കണം, അതിൽ നിന്ന് അവർ നന്നാവണം എന്നൊക്കെ നീ ആഗ്രഹിക്കുന്നത്. അവരങ്ങനെ നന്നാവാനുള്ളവരല്ലെങ്കിലോ? സ്വയം നന്നാവണോ നന്നാവണ്ടയോ എന്ന് ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള വില അവർ തന്നെ മുടക്കണം. ഞാൻ ദേ വീണ്ടും പറയാണ്, അവർക്ക് വേണ്ടി അവരുടെ ബിഹാഫിൽ നിങ്ങൾക്ക് വില കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുകയില്ല, അതൊരു നിയമമാണ്. ചായ വേണ്ടെന്ന് വെക്കേണ്ടത് അവരാണ്, അമ്മയാണത് ഉപേക്ഷിക്കേണ്ടത്. ഇനി പകരം നീ ഉപേക്ഷിച്ചിട്ട് എന്ത് കാര്യം? ഇപ്പൊ അവരത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അപ്പൊ ഇത് അവരുടെ മാത്രം സ്വന്തം തീരുമാനമാണ്. നിനക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നീ പറയുന്ന കാര്യം അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, നീ അവരെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് അവര് ഉദ്ദേശിക്കുന്നത് ഞാനിതിൽ ഇടപെടേണ്ടെന്നുള്ളതാ. ഉം? അല്ല, അതിൽ ഇടപെടേണ്ടെന്ന് പറയുമ്പോ അത് കേൾക്കാനുള്ള ക്ഷമ അവർക്കില്ല. ഏത് കാര്യവും നീ പറയുന്നത് അവര് കേൾക്കേണ്ട ആവശ്യം എന്താ? അവരെന്തൊക്കെയോ പറയുന്നു, ക്ഷമയില്ലാതെ കാണിക്കുന്നു, അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. വേണമെങ്കിൽ ഇപ്പോ നീ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുന്നു അവർക്ക് പറയാം. നീ ഒരു ഏലിയൻ ആണെന്ന് പറയാം. നീ ഒരു UFO ആണ്. അങ്ങനെ അവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ടെന്താ? അല്ല, അത് സത്യത്തിൽ അവർ പറയുന്നതല്ല കാര്യം. അവരെന്ത് പറഞ്ഞാലും നീ തലയും താഴ്ത്തി അത് കേട്ടോണ്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. അവിടുന്ന് എണീറ്റ് പോകാൻ നോക്ക്. അവരങ്ങനെ പറയുന്നതിന്റെ കാരണം തന്നെ എന്താണ്? നീ തലയും താഴ്ത്തി അത് കേട്ടിരിക്കുന്ന അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ്. അതായത് നമുക്കിപ്പോ അറിയാം, നമ്മളെ മുന്നിലിരിക്കുന്ന ആള് നമ്മൾ എന്ത് പറഞ്ഞാലും തലയും താഴ്ത്തി കേട്ടിരിക്കും. അപ്പൊ നിങ്ങൾ വായിൽ വന്നത് എന്തും പറഞ്ഞോണ്ടേയിരിക്കും. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്കും നിങ്ങളുടെ കള്ളത്തരത്തിനും നിങ്ങളുടെ തെമ്മാടിത്തരത്തിനും ഒരു പരിധി ഉണ്ടാവില്ല. കാരണം മുന്നിലിരിക്കുന്നവൻ അങ്ങനെയാണ്. അവനൊന്നും ഇങ്ങോട്ട് പറയില്ല. നിങ്ങൾ എന്തൊക്കെ തോന്നിയ ദിവസം പറഞ്ഞാലും അവൻ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കും. സ്വാഭാവികമായ കാര്യമാണ് മോനെ. കാരണം ഇത് ചുമ്മാ കേൾക്കാനും കേൾപ്പിക്കാനും മാത്രമുള്ള ഒരു കാര്യമല്ല, വില കൊടുത്ത് വാങ്ങേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വില കൊടുക്കാൻ നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ തയ്യാറല്ല. അപ്പൊ പിന്നെ അതിന്റെ പുരോഗതിയോ അതിന്റെ നന്നാകലോ മറ്റൊരാളെങ്ങനെ ഏറ്റെടുക്കും?